നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് അഭിക്ഷമതാ പരീക്ഷകൾ, സമായോജന ക്രിയാതന്ത്രങ്ങൾ. അഭിക്ഷമതാ മാപനം, വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ SAT, വിഭേദകാഭിക്ഷമതാ പരീക്ഷകൾ DAT, സമായോജനം, സമായോജന തന്ത്രങ്ങൾ, അപസമായോജനം. അഭിക്ഷമതാ പരീക്ഷകൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒരു തൊഴിലോ മറ്റെന്തെങ്കിലും രംഗത്തിലോ വിജയിക്കാനുള്ള ശക്തിയാണ് അഭിക്ഷമത. ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെടുന്ന ആളുടെ വിജയം ആ തൊഴിലിൽ അയാൾക്കുള്ള അഭിക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. തൊഴിലിലോ മറ്റേതെങ്കിലും ജീവിത വൃത്തിയിലോ വിദ്യാഭ്യാസത്തിലോ വിജയിക്കുന്നതിൻ്റെ ശക്യത അല്ലെങ്കിൽ പൊട്ടൻഷ്യാലിറ്റിയാണിത്. ഒരു പ്രവർത്തനത്തിൻ്റെ പരിശീലന ഫലമായി വിജയിക്കാനുള്ള സംപ്രവതയാണ് അഭിക്ഷമത. ബാക്കിംഗ്ഹാം. അഭിക്ഷമതയെ പരിശീലന വിധേയത്വം ട്രെയിനബിലിറ്റി എന്ന് ബേൺഹാർട്ടും വിജയപ്രതീക്ഷാ സൂചകം എന്ന് ആർതർ ജോൺസും നിർവചിക്കുന്നു. സാമാന്യ ബുദ്ധിശക്തിയിൽ നിന്ന് ഭിന്നവും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്ത് ആവശ്യം വേണ്ട സാമർഥ്യമോ നേട്ടമോ കൈവരിക്കാൻ സഹായകവുമായ സവിശേഷ ശക്തി എന്ന് അഭിക്ഷമതയെ നിർവചിക്കാവുന്നതാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി കുട്ടികൾ അഭിക്ഷമത സൃഷ്ടിച്ച് പഠനത്തിൽ താൽപ്പര്യമുള്ളവരാക്കി മാറ്റുകയാണ് വേണ്ടത്. വ്യക്തിക്ക് യോജിച്ച തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ അഭിക്ഷമതാ പരീക്ഷയും സിദ്ധി പരീക്ഷയും സഹായിക്കുന്നു. ഭാവിയിലുണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്ക് നയിക്കുന്ന സകൃത പൊട്ടൻഷ്യാലിറ്റി അളക്കുന്നതാണ് അഭിക്ഷമതാ പരീക്ഷകൾ. അഭിക്ഷമതാ മാപനം. അഭിക്ഷമതാ മാപനത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന രീതികളാണ് നിരീക്ഷണവും ശോധകവും. അഭിക്ഷമതാ പരീക്ഷയെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു. വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് SAT, വിഭേദാഭിക്ഷമതാ ശോധകം ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് DAT. വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് SAT. ഒരു പ്രത്യേക അഭിക്ഷമതാ വ്യക്തിയിൽ എത്രത്തോളമുണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശോധകങ്ങളാണിത്. സവിശേഷമായ ഒരു തൊഴിലിന് ഏതെങ്കിലും തരത്തിലുള്ള അഭിക്ഷമതകൾ ആവശ്യമാണോ അവയുടെ മാപനത്തിന് അനുയോജ്യമായ തന്ത്രങ്ങളും ഉപാധികളുമാണ് സ്വീകരിക്കുന്നത്. മിനസോട്ട മാനുവൽ ഡിക്സ്റ്ററിറ്റി ശോധകം മിനസോട്ട മാനുവൽ ഡിക്സ്റ്ററിറ്റി ടെസ്റ്റ്. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനുള്ള ശോധകങ്ങളാണിവ. ഏതെങ്കിലും ഒരു രൂപം ഏതാനും കഷ്ണങ്ങളാക്കി നൽകി അവ ഉചിതമായ രീതിയിൽ ചേർത്ത് വച്ച് ആ രൂപം പൂർത്തീകരിക്കാനാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഫിംഗർ ഡിക്സ്റ്ററിറ്റി ടെസ്റ്റ്. വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, മണിബന്ധവും വിരലുകളും കൈയും ഭുജവും തമ്മിലുള്ള ഒത്തിണക്കം എന്നിവ അളക്കുന്നു. ചെറിയ തുളയുള്ള ഒരു ബോർഡിൽ ചെറിയ പിന്നുകൾ നിരത്തി വയ്ക്കാനും തിരിച്ചെടുക്കാനുമുള്ള പ്രവർത്തനമാണ് നൽകുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ വേഗത വിലയിരുത്തി കണ്ണ്, കൈ എന്നിവയുടെ ഒത്തിണക്കവും വിലയിരുത്തുന്നു. ഒരു വ്യക്തിയുടെ വിരൽ വേഗം അല്ലെങ്കിൽ ഫിംഗർ ഡെക്സ്റ്റിരിറ്റി എത്രത്തോളമുണ്ട് എന്നറിയുന്നതിനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. യാന്ത്രികാഭിക്ഷമതാ ശോധകം മെക്കാനിക്കൽ ഡിക്സ്റ്ററിറ്റി ടെസ്റ്റ്. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക, അവയെക്കുറിച്ച് ധാരണകൾ രൂപപ്പെടുത്തുക, പ്രവർത്തന രീതി മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ വിലയിരുത്തുന്നതിനുള്ള ശോധകമാണിത്. യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിലെ വേഗത, പ്രയോഗിക്കുന്നതിലെ കൃത്യത, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്നിവ വിലയിരുത്തിയാണ് യാന്ത്രികാഭിക്ഷമത അളക്കുന്നത്. ഇതിനായി പ്രാക്ടിക്കലും എഴുത്തു പരീക്ഷയും നടത്തുന്നു. ക്ലറിക്കൽ അഭിക്ഷമതാ ശോധകം ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒരു ക്ലർക്കിന് ആവശ്യമുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണല്ലോ സൂക്ഷ്മത, കൃത്യത എന്നിവ. ഈ കഴിവുകൾ പരിശോധിക്കുന്ന തരത്തിലുള്ള ശോധകങ്ങളാണിവ. ക്ലറിക്കൽ അഭിക്ഷമത പരിശോധിക്കുന്നതിന് ഇന്ന് വിവിധ തരത്തിലുള്ള ശോധകങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. സംഗീതാഭിക്ഷമതാ ശോധകം മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
സംഗീതത്തിലെ താളം, ശ്രുതി, സ്വരം തുടങ്ങിയവയിൽ ഉള്ള കഴിവുകളും ധാരണകളും പരിശോധിക്കുന്നു. വിഭേദകാഭിക്ഷമതാ പരീക്ഷകൾ, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് (DAT). ഒരു വ്യക്തിയുടെ പ്രത്യേക മേഖലയിലെ അഭിക്ഷമതയുടെ തോത് എന്ത് എന്ന് കണ്ടെത്തുവാൻ മാത്രമേ SAT ഉപകരിക്കൂ. SAT ഉപയോഗിച്ച് വ്യക്തിക്ക് ഏത് മേഖലയിലാണ് അഭിക്ഷമതയുള്ളത് എന്ന് കണ്ടെത്തുക സാധ്യമല്ല. ഇതിനായി വ്യത്യസ്തങ്ങളായ അഭിക്ഷമതകൾ മാപനം ചെയ്യുന്നതിനുപയോഗിക്കുന്ന ശോധക ഇനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വൈവിധ്യ മാതൃകയാണ് DAT. അമേരിക്കൻ സൈക്കോളജിക്കൽ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത മാതൃകയിലുള്ള അഭിക്ഷമതാ മാപന രീതിയിൽ പഠിതാവിൻ്റെ 8 ശേഷികൾ വിലയിരുത്തുന്നതിനാവശ്യമായ വ്യത്യസ്തങ്ങളായ 8 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാഷാപര യുക്തിചിന്തനം VR വെർബൽ റീസണിംഗ്. സാംഖിക ശേഷി NA ന്യൂമറിക്കൽ എബിലിറ്റി. അമൂർത്ത യുക്തിചിന്തനം AR അബ്സ്ട്രാക്ട് റീസണിംഗ്. സ്ഥല പരിമിതി ബന്ധങ്ങൾ SR സ്പേസ് റിലേഷൻസ്. യാന്ത്രിക യുക്തിചിന്തനം MR മെക്കാനിക്കൽ റീസണിംഗ്. ക്ലറിക്കൽ വേഗതയും കൃത്യതയും CSA ക്ലറിക്കൽ സ്പീഡ് ആൻഡ് ആക്യുറസി. ഭാഷാപ്രയോഗം അക്ഷരകൃത്യത LUS ലാംഗ്വേജ് യൂസേജ് സ്പെല്ലിംഗ്. ഭാഷാപ്രയോഗം വ്യാകരണം LUG ലാംഗ്വേജ് യൂസേജ് ഗ്രാമർ. അക്കാദമിക വിജയം പ്രവചിക്കുന്നതിൽ ഈ ചോദ്യം വളരെ ഫലപ്രദമാണെന്നാണ് മിക്ക വിദ്യാഭ്യാസ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ചും സെക്കൻഡറി തലത്തിലെ പഠിതാക്കൾക്ക് വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ നിർദ്ദേശം നൽകാൻ ഏറെ പര്യാപ്തമാണിത്. അഭിക്ഷമതാ പരീക്ഷകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ: ജോലിക്ക് അനുയോജ്യമായവരെ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്നു. തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അനുയോജ്യരായ കുട്ടികളെ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്നു. മാർഗനിർദ്ദേശവും വിദഗ്ധോപദേശവും നൽകാൻ സഹായിക്കുന്നു. അഭിപ്രേരണ മോട്ടിവേഷൻ. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജമാണ് അഭിപ്രേരണ. മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടത് മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ. ബുഡ്സ്യം. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് ഗിൽഫോർഡാണ്. തുടക്കത്തിൽ പ്രേരണ ജനിപ്പിക്കുന്ന ഒരാവശ്യം ഉണ്ടാകുന്നു. ഈ പ്രേരണ പിരിമുറുക്കം ഉണ്ടാക്കുകയും അതിൻ്റെ ലഘൂകരണത്തിനായി പ്രയത്നിക്കാൻ ജീവിയിൽ അഭിപ്രേരണ വളർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവിയുടെ വ്യവഹാരം ലക്ഷ്യോന്മുഖമാകുന്നു. അന്തിമഘട്ടത്തിൽ ജീവി ലക്ഷ്യത്തിലെത്തുകയും ആവശ്യം തൃപ്തമാവുകയും പ്രേരണയുടെ ശക്തി അവസാനിക്കുകയും ചെയ്യുന്നു. അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ: അഭിരുചി, സഹകരണം, ഉൾപ്രേരണ, പരാജയഭീതി, മത്സരം, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ്. അഭിപ്രേരണയുളവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ: സമ്മാനം, പ്രശംസ, അംഗീകാരം എന്നിവ. അഭിപ്രേരണ 2 വിധത്തിൽ സംഭവിക്കുന്നു: ആന്തരികാഭിപ്രേരണ ഇൻട്രൻസിക് മോട്ടിവേഷൻ, ബാഹ്യ അഭിപ്രേരണ എക്സെൻട്രിക് മോട്ടിവേഷൻ. ബാഹ്യമായ പ്രേരണ കൂടാതെ ഉള്ളിൽ നിന്നും സ്വയം ഉണ്ടാക്കുന്ന അഭിപ്രേരണയാണ് ആന്തരികാഭിപ്രേരണ. പ്രകൃതിദത്തമായ അഭിപ്രേരണ എന്ന പേരിലും ആന്തരികാഭിപ്രേരണ അറിയപ്പെടുന്നു. ഒരു വ്യക്തിയിൽ സ്വാഭാവികമായുള്ള ആകാംക്ഷയെയും പ്രേരണയെയും ആശ്രയിച്ചിരിക്കുന്ന അഭിപ്രേരണയാണ് ആന്തരികാഭിപ്രേരണ. ആന്തരികാഭിപ്രേരണയ്ക്ക് അടിസ്ഥാനം നൈസർഗിക വാസനകളാണ്. ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകാരങ്ങളാലോ പ്രേരിതമാകുമ്പോൾ അതിനെ ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നു. ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന പ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ. നേടാനുള്ള അഭിപ്രേരണ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് മക്ക്ലെലൻഡ് ആണ്. ഒരു കാര്യം അഥവാ ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന അഭിപ്രേരണയാണ് നേടാനുള്ള അഭിപ്രേരണ. അല്ലെങ്കിൽ ലക്ഷ്യം നേടാനുള്ള അഭിവാഞ്ച കൂടുന്തോറും അഭിപ്രേരണയും കൂടുന്നു. വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് പോകുന്തോറും അഭിപ്രേരണയുടെ തോതിലും വ്യത്യാസമുണ്ടാകുന്നു.
പരാജയം, ഭീതി മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയേക്കാൾ മുന്നിലെങ്കിൽ അത്തരം പ്രേരണയാണ് ഒഴിവാക്കാനുള്ള അഭിപ്രേരണ. സമായോജന ക്രിയാതന്ത്രങ്ങൾ. സമായോജനം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതിപരവും സാമൂഹികവുമായ പരിസ്ഥിതിക്കൊത്ത് മുഖ്യ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകളാണ് സമായോജനം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. സ്വന്തം പരിസ്ഥിതിയും സമൂഹവുമായി ഇണക്കിച്ചേരാൻ വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നത് സമായോജനമാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് സമായോജനം. നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയുടെ സവിശേഷതകൾ: സ്വന്തം ശക്തി, ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കും, സ്വയം ബഹുമാനിക്കുന്നതിനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനുള്ള കഴിവുണ്ടായിരിക്കും, പെരുമാറ്റങ്ങളുള്ള അയവ് ഫ്ലെക്സിബിലിറ്റി ദൃശ്യമാകും, പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കും, യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണമുണ്ടായിരിക്കും, ചുറ്റുപാടുകളുമായി ഇണക്കിച്ചേരാനുള്ള കഴിവുണ്ടായിരിക്കും, മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കും. സമായോജന തന്ത്രങ്ങൾ. മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ. പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങൾ: നിഷേധം ഡിനായൽ, പ്രക്ഷേപണം പ്രൊജക്ഷൻ, താദാത്മീകരണം ഐഡൻറ്റിഫിക്കേഷൻ, ദമനം റിപ്രഷൻ, യുക്തീകരണം റാഷണാലിസം, ഉദാത്തീകരണം സബ്ലിമേഷൻ, അനുപൂരണം കോമ്പൻസേഷൻ, പശ്ചാത്ഗമനം റിഗ്രഷൻ, ആക്രമണം അഗ്രഷൻ, നിഷേധവൃത്തി നെഗറ്റിവിസം, പ്രതിസ്ഥാപനം സബ്സ്റ്റിറ്റ്യൂഷൻ, സഹാനുഭൂതി പ്രേരണം സബ്സ്റ്റിറ്റ്യൂഷൻ, പിൻവാങ്ങൽ വിഡ്രോവൽ, ഒട്ടകപക്ഷി മനോഭാവം ഓസ്ട്രിച്ച് മെത്തേഡ്, പ്രതിക്രിയാവിധാനം റിയാക്ഷൻ ഫോർമേഷൻ, ഭ്രമകൽപ്പന ഫാൻറ്റസി, വൈകാരിക അകൽച്ച ഇമോഷണൽ ഇൻസുലേഷൻ, അന്തർക്ഷേപണം ഇൻ്ററോജക്ഷൻ, അഹം കേന്ദ്രീകൃതം ഈഗോ സെൻട്രിസം, ശ്രദ്ധാഗ്രഹണം അറ്റൻഷൻ ഗെറ്റിംഗ്, ആദേശം ചെയ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം. നിരാശാബോധത്തിൽ നിന്നും സ്വയം മോചിതനാകാനുള്ള ഒരു തന്ത്രമാണ് പ്രക്ഷേപണം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം. ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് താദാത്മീകരണം. ഉദാഹരണം: കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായോ സിനിമാ താരങ്ങളുമായോ താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നു. വേദനാജനകമായ വസ്തുതകളെ മനസ്സിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും അബോധമണ്ഡലത്തേക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം തള്ളിവിടുന്ന പ്രക്രിയയാണ് അടിച്ചമർത്തൽ. പരാജയമുണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം. ഉദാഹരണം: ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിന് ന്യായീകരണമായി അവൻ ധനികനല്ലേ, അവന് ഇതൊരു നഷ്ടമൊന്നുമല്ല എന്ന് പറയുന്നത് ചെയ്ത കുറ്റം തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. യുക്തീകരണം രണ്ട് തരത്തിലുണ്ട്: പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, മധുരിക്കുന്ന നാരങ്ങ ശൈലി. സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുക്കളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം. ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അനുപൂരണം.
ഉദാഹരണം, പഠനകാര്യങ്ങൾ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം, റിഗ്രഷൻ. ഉദാഹരണം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുമ്പ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരുന്നു. അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു. തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണം. മോഹഭംഗത്തിൽ നിന്നും ഉടലെടുക്കുന്ന സമായോജന തന്ത്രമാണ് ആക്രമണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണതയാണ് നിഷേധവൃത്തി. നിരാശ ഉണ്ടാകുമ്പോൾ അതിനുള്ള പ്രതികരണം എന്നോണം ചിലർ നിഷേധവൃത്തി മനോഭാവക്കാരായി മാറുന്നു. പ്രശ്നങ്ങളെയോ തടസ്സങ്ങളെയോ നേരിടാൻ ഇക്കൂട്ടർ വിസമ്മതിക്കുന്നു. അതിനാൽ അവർ കലഹപ്രിയരും മുരണ്ട സ്വഭാവമുള്ളവരുമായി തീരുന്നു. നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി ലക്ഷ്യബോധത്തോടെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും. ഇത് മാനസിക സംഘർഷങ്ങൾക്ക് വഴിതെളിക്കും. ഈ സംഘർഷം ലഘൂകരിക്കാനോ ഇല്ലാതാക്കാനോ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തൃപ്തി തേടുന്നു. ഇങ്ങനെ ലക്ഷ്യം സാധിക്കാതെ വരുമ്പോൾ തൽസ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതാണ് പ്രതിസ്ഥാപനം. ഉദാഹരണം, ഡോക്ടറാവാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നേഴ്സായിത്തീർന്ന് സ്വയം തൃപ്തി നേടുന്നു. മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിന് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നു. ഉദാഹരണം, പരീക്ഷയിൽ പരാജിതനായ ഒരു കുട്ടി തൻ്റെ കഠിനപ്രയത്നം, അധ്യാപകൻ്റെ പക്ഷപാതപരമായ പെരുമാറ്റം, സഹപാഠികളുടെ അനീതി എന്നിവ വിശദീകരിച്ച് അന്യരുടെ അനുകമ്പ നേടാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളിൽ നിന്നും പിൻവാങ്ങുന്ന സ്വഭാവമാണ് പിൻവാങ്ങൽ. ഇതൊരു ഭീരുത്വമാണെന്ന് പറയാം. യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്തവർ രംഗങ്ങളിൽ നിന്നും ഓടിമറയുന്നു. വിഷമകരമായ വിഷയങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അതിനോടുള്ള വെറുപ്പ് കാരണം കുട്ടികൾ ഒഴിഞ്ഞു മാറാറുണ്ട്. ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ് പല പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറുക സാധാരണമാണ്. ഒട്ടകപ്പക്ഷിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അത് തല മണലിൽ പൂഴ്ത്തി വയ്ക്കുന്നു. വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള ഈ പ്രവണതയാണ് ഒട്ടകപ്പക്ഷി മനോഭാവം. ഉദാഹരണം, അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത കുട്ടി മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിലിരിക്കുന്നു. ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികൾ ഉണ്ടാകും. ഇത്തരം വ്യക്തികളോട് വസ്തുതകളോടും ബാഹ്യമായി ഇഷ്ടം കാണിക്കുന്ന സ്വഭാവമാണ് പ്രതിക്രിയാവിധാനം. ഇഷ്ടമില്ലാത്ത ഒരാളോട് മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചേക്കാം. ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെന്ന് വരില്ല. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക സാധാരണമാണ്. വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തിയതായി സങ്കല്പിക്കുന്നതാണ് ഭ്രമകൽപ്പന. ഇത്തരം ഭ്രമകൽപ്പനകൾ അനാരോഗ്യകരമാണ്. കാരണം യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണിത്. ഈ ഒളിച്ചോട്ടം ഇച്ഛാഭംഗത്തിനും നിഷ്ക്രിയാത്വത്തിനും വഴിതെളിക്കും. പ്രവൃത്തിയിൽ പരാജയം സംഭവിച്ചാൽ നിരാശയും ഉത്കണ്ഠയും ഉണ്ടാകും. ഇത്തരം അവസ്ഥയിൽ ചില വ്യക്തികൾ സ്വീകരിക്കുന്ന പ്രതിരോധ മുറയാണ് വൈകാരിക അകൽച്ച. നിരാശയോ വേദനയോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണതയാണിത്. അന്യരിൽ നിന്ന് അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതാണ് അന്തർക്ഷേപണം. മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട്. വ്യക്തി അറിയാതെ തന്നെ ഈ പ്രവർത്തനം നടക്കുന്നു. പ്രത്യേകമായ പരിഗണനയും കൂടെ കൂടെ പ്രശംസയും ലഭിച്ചു വരുന്ന കുട്ടികൾ അഹം കേന്ദ്രീതരായി മാറിയെന്ന് വരാം. തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി വേറെ മാർഗങ്ങൾ അവർ കൈക്കൊണ്ടെന്ന് വരാം. ഇതാണ് അഹം കേന്ദ്രീതത്വം. കുട്ടികളുടെ ദുശ്ശാഠ്യം ഇതിന് ഉദാഹരണമാണ്. അഹം കേന്ദ്രീതത്വ സ്വഭാവം അതിശക്തമായാൽ സാമൂഹിക ജീവിതത്തിൽ പ്രതിസന്ധികളും ആശാഭംഗങ്ങളും ഉണ്ടാകും. കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന ബോധ്യമായാൽ ശ്രദ്ധാഗ്രഹണ ഉപാധികൾ അവർ സ്വീകരിക്കും. ശിശുവിൻ്റെ പ്രധാന ഉപാധി കരച്ചിലാണ്. കുറച്ചുകൂടി പ്രായം ചെന്നാൽ ചോദ്യം ചോദിക്കും, പിണങ്ങും, വല്ലതും വിളിച്ചു പറയും, നിഷേധ പ്രകടനവും ഉണ്ടായെന്ന് വരും. അരക്ഷിതാബോധം ശ്രദ്ധാഗ്രഹണത്തിന് വേണ്ടിയുള്ള ചില ഉപാധികൾ സ്വീകരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കും.
ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളും നിഷേധാത്മക സ്വഭാവവും സമീപനവും ഇതിന് ഉദാഹരണമാണ്. പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ. ഉദാഹരണം: മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കുന്നു. അപസമായോജനം: ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണക്കിച്ചേരാത്തതാണ് അപസമായോജനം, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപസമായോജനമാണ്. ഒരു വ്യക്തിയിൽ അപസമായോജനത്തിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ: മോഹഭംഗം, ഫ്രസ്ട്രേഷൻ, പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകാത്ത അവസ്ഥ, മാനസിക സംഘർഷം, കോൺഫ്ലിക്റ്റ്, ദുരനുഭവം, വലിയ മനപ്രയാസമുണ്ടാക്കിയ സംഭവങ്ങൾ, ശാരീരിക ക്ഷമതയിലുള്ള കുറവ്, നാഡീവ്യൂഹത്തിൻ്റെയും പേശികളുടെയും ശക്തിയില്ലായ്മ, താഴ്ന്ന അഹംബോധം, താൻ കഴിവില്ലാത്തവനാണെന്ന തോന്നൽ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ. വ്യക്തിയുടെ ലക്ഷ്യോന്മുഖമായ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാക്കുന്ന പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ തുടങ്ങിയവ മോഹഭംഗത്തിന് കാരണമാകുന്നു. ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പിരിമുറുക്കമാണ് മാനസിക സംഘർഷം. മാനസിക സംഘർഷം 3 തരത്തിലുണ്ട്. സമീപന സംഘർഷം, അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. സമീപന വർജന സംഘർഷം, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. വർജന സംഘർഷം, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അപലക്ഷണീയമായ 2 കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് സമീപ സംഘർഷം. ഉദാഹരണം: ബാങ്കിലെ ജോലി സ്വീകരിക്കണോ അധ്യാപക ജോലി സ്വീകരിക്കണോ എന്ന അവസ്ഥ. ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യണം, എന്നാൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അപലക്ഷണീയമായ കാര്യത്തെ നിഷേധിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുകയും വേണം. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷമാണ് സമീപ വർജന സംഘർഷം. ഉദാഹരണം: ഐസ്ക്രീം വളരെ ഇഷ്ടമായതും എന്നാൽ അസുഖമുണ്ടാക്കുമെന്നതിനാൽ ഐസ്ക്രീം കഴിക്കരുതെന്ന് അമ്മ നിർദ്ദേശിക്കുന്നതുമായ ഒരു കുട്ടിയുടെ കാര്യമെടുക്കാം. ഇവിടെ കുട്ടി ഐസ്ക്രീം കഴിക്കാനും ഒപ്പം അമ്മയുടെ ശകാരം ഒഴിവാക്കാനും ആഗ്രഹിക്കുന്നു. അപലക്ഷണീയമായ അല്ലെങ്കിൽ നിഷേധാത്മകമായ 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോഴുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് വർജന സംഘർഷം, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഉദാഹരണം: ട്യൂഷന് പോകാൻ മടിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകാതിരുന്നാൽ അച്ഛൻ ശിക്ഷിക്കും. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകുന്നതും അച്ഛൻ ശിക്ഷിക്കുന്നതും അപലക്ഷണീയമായ അല്ലെങ്കിൽ നിഷേധാത്മക കാര്യങ്ങളാണ്. ഇതിൽ ഏതെടുക്കണം എന്നുള്ള മാനസിക സംഘർഷം ഉണ്ടാകുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.